ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ കരാറിൽ നാം അറിയേണ്ട വസ്തുതകളെക്കുറിച്ച് മുസ്തഫ വാക്കാലൂർ എഴുതിയ പരമ്പരയാണ് ഇസ്രയേൽ ഹമാസ് യുദ്ധവിരാമവും മധ്യേഷ്യയുടെ ഭാവിയും. അതിൽ സുപ്രഭാതം പത്രത്തിൽ കരാർ നിലവിൽ വന്ന 2025 ജനുവരി 19 പ്രസിദ്ധീകരിച്ച ആദ്യത്തെ ലേഖനത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് നിങ്ങൾ കേൾക്കുന്നത്. മധ്യേഷ്യയിൽ സമാധാനം പുലരുമോ? 470 ദിവസത്തിലേക്ക് കടക്കുന്ന ഫലസ്തീൻ ഇസ്രയേൽ സംഘർഷങ്ങളിലെ ഏറ്റവും ദീർഘിച്ച പോരാട്ടം അവസാനിക്കുകയാണ്. ഖത്തറിന്റെ മധ്യസ്ഥതയിൽ അമേരിക്കയുടെ സമ്മർദ്ദഫലമായി ഈജിപ്തിന്റെ പിന്തുണയോടെ ഇസ്രയേലും ഹമാസും സമ്മതിച്ച ഒരു വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു. കരാറിലെ വ്യവസ്ഥകൾ ഇസ്രയേലിന്റെ ദേശീയ താൽപ്പര്യങ്ങളെ എങ്ങനെ സ്വാധീനിക്കും എന്നത് ചിന്തനീയമാണ്. തെൽ അവീവിൽ ബന്ധികളുടെ കുടുംബങ്ങളും മറ്റും വെടിനിർത്തലിനു വേണ്ടി മുറവിളി കൂട്ടുമ്പോൾ ജെറുസലേമിൽ ഒരു തീവ്ര വിഭാഗം ഹമാസിന് കീഴടങ്ങുന്നതിന് വിസമ്മതിച്ചുകൊണ്ട് പ്രതിഷേധം നടത്തുകയാണ്. പ്രസക്തമായ ചോദ്യം ഈ കരാർ വഴി പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാകുമോ എന്നതാണ്. 90 വർഷമെങ്കിലുമായി ലോകത്തിന്റെ ഇത്തിരി പോന്ന ഒരു പ്രദേശത്തെ ചൊല്ലി ആദ്യം അവിടെ ജീവിച്ച ജനങ്ങളും കുടിയേറിയവരും തമ്മിലും പിന്നീട് മധ്യേഷ്യയും ഇപ്പോൾ ലോകമൊന്നാകെയും ആകുലപ്പെടാൻ തുടങ്ങിയിട്ട് വികല സങ്കല്പങ്ങളുടെ വിഭ്രമാത്മകതയിലൂടെയാണ് ഇസ്രയേലും അവരുടെ ഗോഡ് ഫാദർമാരും സഞ്ചരിക്കുന്നത് എന്ന് തിരിച്ചറിയാത്തിടത്തോളം കാലം ഈ തെറ്റുകൾ ആവർത്തിക്കുക തന്നെ ചെയ്യും. ഇപ്പോഴുള്ള വെടിനിർത്തൽ കൊണ്ട് ഒരിടവേള സാധിക്കും എന്നല്ലാതെ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നില്ല. യുദ്ധവിരാമ കരാറിനെ കുറിച്ച് ആദ്യം ലോകത്തെ അറിയിച്ചത് അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. ഇസ്രയേൽ പ്രധാനമന്ത്രിയും സുരക്ഷാ ക്യാബിനറ്റും അംഗീകാരം നേരത്തെ നൽകിയിട്ടുണ്ട്. പാർലമെന്റ് ക്യാബിനറ്റിന്റെ അംഗീകാരവും അതിനുശേഷം സുപ്രീം കോടതിയും ഇക്കാര്യത്തിൽ യോജിപ്പ് പ്രകടിപ്പിച്ചാലാണ് ഇസ്രയേലിന് കരാറിൽ ഒപ്പുവെക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഇതൊരു രാഷ്ട്രീയ തീരുമാനത്തിലുപരി ഇസ്രയേലി ഇന്റലിജൻസ് കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രത്തിന്റെ എല്ലാമായ വിദേശ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദും സൈനിക രഹസ്യാന്വേഷണ വിഭാഗമായ അമനും ആഭ്യന്തര രഹസ്യാന്വേഷണ വിഭാഗമായ ഷിൻബെറ്റും IDFും അടക്കമുള്ള ഏജൻസികൾ ഒന്നടങ്കം ഈ കരാറിനായി കാത്തിരിക്കുകയാണ്. മൊസാദ് തലവൻ ഡേവിഡ് ബർണിയും ഷിൻബെറ്റ് തലവൻ റോണൻ ബാറും IDF മേധാവികളും രാഷ്ട്രീയ നേതാക്കളും ഒരാഴ്ചയായി ദോഹയിലാണ്. ഇസ്രയേലിനു മുന്നിൽ മറ്റു വഴികളില്ലാത്തതുകൊണ്ടാണ് ഈ നിർബന്ധം എന്നു മനസ്സിലാക്കാം. എന്നാൽ ഹമാസ് വെടിനിർത്തൽ കരാറിനോട് അവസാന വാക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് ബുധനാഴ്ച ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് വിവിധ അന്താരാഷ്ട്ര പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അവസാന നിമിഷം അവർ ചർച്ചയിൽ വരാത്ത വ്യവസ്ഥകൾ ഉൾപ്പെടുത്താൻ വാശി പിടിക്കുന്നു എന്ന് പറഞ്ഞും വിവാദമുണ്ടായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റിന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ഈ കരാർ നിലവിൽ വരും എന്ന് ഉറപ്പു പറഞ്ഞിട്ടുണ്ട്. താൻ അധികാരാരോഹണം നടത്തും മുമ്പ് കരാർ നിലവിൽ വരണമെന്ന് ട്രംപും നെതന്യാഹുവിന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് കേൾക്കാതിരിക്കാൻ ഇസ്രയേലിന് സാധ്യമല്ല. കാരണം ഇസ്രയേലിന് സ്വന്തമായി ഒരു വിദേശകാര്യ നയമില്ലല്ലോ. ബൈഡന്റെ മധ്യേഷ്യൻ ഉപദേശകനായ ബ്രെറ്റ് മെക്ഗുർഗ്, ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് അടക്കമുള്ള US പ്രതിനിധികളും ഇപ്പോൾ ദോഹയിലുണ്ട്. അവർ ജനുവരി 12 ഞായറാഴ്ച നടത്തിയ പാതിരാ ചർച്ചയിൽ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെട്ടു എന്നാണ് പുറത്തുവരുന്ന വിവരം. കരാറിന് 3 ഭാഗങ്ങളുണ്ടാകും. ആദ്യത്തെ 42 ദിവസത്തിനുള്ളിൽ ഹമാസിന്റെ കയ്യിലുള്ള 33 ജീവനുള്ള ബന്ദികളെ കൈമാറും. ഇതിലുണ്ടാവുക സ്ത്രീകളും കുട്ടികളും 50 വയസ്സ് കഴിഞ്ഞ രോഗികളുമായിരിക്കും. ആഴ്ചയിൽ ഇത്രയെണ്ണം എന്ന് കണക്കാക്കിയാകും കൈമാറുക. ഇതിനു പകരമായി ഇസ്രയേൽ ജയിലിലുള്ള 100 കണക്കിന് ഫലസ്തീനികളെ വിട്ടയക്കും. ഒരു ബന്ദിക്ക് 30 ഫലസ്തീനികൾ എന്ന തോതിൽ. കരാർ നടപ്പിൽ വരുന്നതോടുകൂടി വെടിനിർത്തലും ആരംഭിക്കും. ഒന്നാം കരാർ നിലവിൽ വന്ന് 15 ദിവസങ്ങൾക്കുള്ളിൽ രണ്ടാം കരാർ വ്യവസ്ഥകൾ ഒപ്പുവെക്കും. അവശേഷിക്കുന്ന ജീവനുള്ള എല്ലാ ഇസ്രായേലി ബന്ദികളെയും കൈമാറും. റഫ ബോർഡർ, ഇസ്രയേൽ ബോർഡർ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇസ്രയേൽ സൈന്യം ഉടൻ പിന്മാറും. മധ്യ ഉത്തര ഗസയിൽ നിന്നും വീടുപേക്ഷിച്ച് വന്നവർക്ക് തിരികെ പോകാനാകും. കരാറിന്റെ 3ാം ഘട്ടത്തിൽ മരിച്ചവരെ കൈമാറും. അതോടെ ഗസ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. വെടിനിർത്തൽ തുടരും.
2023 ഒക്ടോബർ 7 ഇസ്രയേലിൽ നിന്നും 251 പേരെ ഹമാസും കൂട്ടരും ഗസയിലേക്ക് കൊണ്ടുവന്നിരുന്നു. അതിൽ 117 പേർ ഇതിനോടകം മോചിപ്പിക്കപ്പെട്ടു. 74 പേരെങ്കിലും കൊല്ലപ്പെട്ടു. ഇനി ജീവനോടെ ഹമാസിന്റെ കയ്യിലുള്ളത് 60 പേരാണ്. അവസാനവട്ട ചർച്ചയിൽ പ്രധാന തടസ്സങ്ങളായി നിൽക്കുന്നത് ഫിലാഡൽഫിയ കോറിഡോറിന്റെ ചുമതലയും സൈന്യത്തിന്റെ സമ്പൂർണ്ണ പിന്മാറ്റത്തെയും ചൊല്ലിയാണ്. അതോടൊപ്പം ഇസ്രയേൽ ജയിലുകളിലുള്ള 10,400 ഫലസ്തീൻ തടവുകാരെ ചൊല്ലിയും വിവാദങ്ങളുണ്ട്. പരമാവധി പേരെ വിട്ടുകിട്ടുവാൻ വേണ്ടിയാണ് ഹമാസ് ശ്രമിക്കുന്നത് എന്നു മാത്രമല്ല, ഹമാസ് കൊടുത്തിരിക്കുന്ന ലിസ്റ്റിൽ ഇസ്രയേൽ ഒന്നിലധികം ജീവപര്യന്തത്തിന് ശിക്ഷ വിധിക്കപ്പെട്ടവരുമുണ്ട്. ഇവരെ കൈമാറുന്നത് ഇസ്രയേലിന് സ്വീകാര്യമല്ല. 2006 ഹമാസ് ഇസ്രയേലി അതിർത്തിയിൽ പ്രവേശിച്ച് 2 പട്ടാളക്കാരെ വധിക്കുകയും ഗിലാദ് ഷാലിത്ത് എന്ന പട്ടാളക്കാരനെ ബന്ദിയാക്കി പിടിക്കുകയും ചെയ്തു. യഹൂദ് ഒൽമർട്ട് ഇസ്രയേൽ പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് അത് സംഭവിച്ചത്. ഈജിപ്തിന്റെ മധ്യസ്ഥതയിൽ ഷാലിത്തിനെ കൈമാറുന്നതിനു പകരമായി ഹമാസ് ആവശ്യപ്പെട്ടത് 1000 ഫലസ്തീൻ തടവുകാരെയായിരുന്നു. ഇസ്രയേൽ വഴങ്ങിയില്ല. യഹൂദ് അഴിമതി ആരോപണങ്ങളാൽ പുറത്താക്കപ്പെടുകയും തെരഞ്ഞെടുപ്പിൽ 2011 നെതന്യാഹു അധികാരത്തിൽ വരികയും ചെയ്തു. നെതന്യാഹു ആണ് ഷാലിദ് ഡീൽ ഉണ്ടാക്കിയതും 4 ജീവപര്യന്തത്തിന് ശിക്ഷ വിധിക്കപ്പെട്ട് അഥവാ 100 വർഷത്തിന് ശിക്ഷ വിധിക്കപ്പെട്ട് 22 വർഷമായി ഇസ്രയേൽ ജയിലിൽ രോഗബാധിതനായി കിടന്നിരുന്ന യഹ്യ സിൻവാർ അടക്കമുള്ള 1027 തടവുകാരെ ഷാലിദിന് പകരമായി വിട്ടയക്കുകയും ചെയ്തത്. 36 ജീവപര്യന്ത തടവ് ലഭിച്ചവർ വരെ അതിലുണ്ടായിരുന്നു. ഗസയിൽ തിരിച്ചെത്തിയ അതേ സിൻവാർ തന്നെയാണ് 2023 ഒക്ടോബർ 7 സൂത്രധാരകൻ. അദ്ദേഹം ഇന്നില്ലെങ്കിലും ഹമാസ് അവരുടെ പോരാളികളെ തിരികെ എത്തിക്കുവാൻ പരിശ്രമിക്കുകയാണ്. നിലവിൽ 11,000-ൽ കൂടുതൽ ഫലസ്തീനികൾ ഇസ്രയേൽ തടവറകളിലുണ്ട്. അവരിൽ 1/3 എതിരെ യാതൊരു ചാർജ് ഷീറ്റുമില്ല. ഇസ്രയേലിന്റെ ക്രൂരതയുടെ ഒരു മുഖം മാത്രമാണ് കണ്ണിൽ കണ്ടവരെയൊക്കെ, വിശേഷിച്ചും സ്ത്രീകളെയും പ്രായമാവാത്ത കുട്ടികളെയും പിടിച്ചുകൊണ്ടുപോയി കഠിനമായി ശിക്ഷിക്കുക എന്നത്. മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: ഫലസ്തീനികൾക്ക് അർഹമായ മാനുഷിക പരിഗണന ഇസ്രയേൽ നൽകിയേ മതിയാവൂ. ഇല്ലയെങ്കിൽ 2006, 2023 എല്ലാം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. 2006 ചർച്ച നടത്തുമ്പോൾ ഹമാസ് ആവശ്യപ്പെട്ടത് 1000 ഫലസ്തീനികളെ തിരികെ വേണമെന്നാണ്. അന്ന് അത് വിസമ്മതിക്കുകയും 5 വർഷവും 4 മാസങ്ങൾക്കും ശേഷം 1027 പേരെ വിട്ടയക്കേണ്ടി വരികയും ചെയ്തു. ഇവിടെയും ഹമാസ് നേരത്തെ ഉന്നയിച്ച ആവശ്യങ്ങൾ സ്വാതന്ത്ര്യവും സമത്വവുമായിരുന്നു. ഇപ്പോഴും അതുതന്നെയാണ് ചോദിക്കുന്നത്. ചരിത്രം ആവർത്തിക്കുകയാണ്. അന്ന് 5.5 വർഷമെടുത്തിട്ടും ഒരാളെ മോചിപ്പിക്കാൻ ഇസ്രയേലിന് സാധിച്ചില്ല. ഇന്ന് 251 പേരുണ്ടായിരുന്നത് തങ്ങൾ മോചിപ്പിക്കും എന്ന് വീരവാദം മുഴക്കിയിട്ട് അവസാനം ഹമാസുമായി ധാരണയിലെത്തുന്ന നാണക്കേട് തന്നെയാണ് സംഭവിച്ചത്. അതിനിടയിൽ ബന്ദികളിൽ ഒരുപാട് പേർ കൊല്ലപ്പെടുകയും ചെയ്തു. IDFന് മോചിപ്പിക്കാനായത് 3 പേരെ മാത്രം. ഒരു ജനതയുടെ സ്വാതന്ത്ര്യദാഹത്തെ തണുപ്പിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. യഹ്യ സിൻവാർ കൊല്ലപ്പെട്ടാൽ മുഹമ്മദ് സിൻവാർ ജനിക്കും. രക്തസാക്ഷികൾ മരിക്കുന്നില്ല എന്ന സത്യം സാമ്രാജ്യത്വം മനസ്സിലാക്കുകയല്ലാതെ ഈ പ്രശ്നങ്ങൾക്ക് പ്രതിവിധിയില്ല. 14 കിലോമീറ്റർ നീളമുള്ള ഫിലാഡൽഫിയ ബോർഡർ ഗസയിലെ ജനങ്ങൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള ഏക മാർഗമാണ്. സമുദ്രമടക്കം മറ്റെല്ലാ വഴികളും ഇസ്രയേൽ അടച്ചിരിക്കുകയാണ്. ഈജിപ്തിലേക്ക് തുറക്കുന്ന ഈ ഏക വഴി കൂടി ഇസ്രയേൽ സൈന്യത്താൽ നിയന്ത്രിക്കപ്പെടുവാൻ ഗസക്കാർ സമ്മതിക്കില്ല. 23 ലക്ഷം വരുന്ന ജനത ടെന്റുകളിലാണ് കഴിഞ്ഞുകൂടുന്നത്. അത്തരം ഷെൽട്ടറുകളിൽ പോലും ഇസ്രയേൽ ബോംബിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞായറാഴ്ച കരാർ വ്യവസ്ഥകൾ തീരുമാനിക്കപ്പെട്ടിട്ടും ഒരു ദിവസം 50-നും 100-നും ഇടക്ക് ഗസക്കാരെ കൊന്നൊടുക്കുകയാണ്. 24 മണിക്കൂറും ഇടതടവില്ലാതെ ബോംബിംഗ് നടത്തുകയാണ്. ജനുവരി 1 മുതൽ 15-നുള്ളിൽ ഇസ്രയേൽ വധിച്ചത് 120 കുട്ടികളെയാണ്. 46,707 പേർ ഇതിനോടകം ഗസയിൽ കൊല്ലപ്പെട്ടു എന്നത് ഹമാസ് നൽകുന്ന കണക്കാണ്. ലാൻസെറ്റ് മെഡിക്കൽ ജേണൽ ഒരു പഠനം നടത്തിയിട്ട് പറയുന്നത് മരണസംഖ്യ ഇതിനേക്കാൾ 40% കൂടുതലായിരിക്കും എന്നാണ്.